CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. BJP രണ്ടാമത്, സിറ്റിംഗ് വാർഡിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് UDFന്റെ തോൽവി. വടക്കേക്കാട് പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLAയുടെ ഓഫീസിൽ ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടികൾ ഇനി മുതൽ പരാതിക്കാരന്റെയും അപേക്ഷകരുടെയും വാട്സാപ്പിൽ ലഭ്യമാകും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. ആദൂർ ചുക്കിരിവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്ന 31 വയസ്സുള്ള രാകേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ആർമിനി ശിക്ഷിച്ചത്. കളിപ്പാട്ടം വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് 7 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ. പുന്നൂർകുളം പാപ്പാളി ബീച്ച് കണ്ണോത്ത് വീട്ടിൽ അനീഷിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ചാവക്കാട് BRCയുടെ സോണൽ ഇൻക്ലൂസീവ് കായികോത്സവം കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടന്നു. സമഗ്ര ശിക്ഷ കേരള ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഈ വർഷം രൂപകൽപ്പന ചെയ്ത ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായാണ് കായികോത്സവം നടത്തിയത്. ചാവക്കാട് നഗരസഭ 7ാം വാർഡിൽ ലൈസൻസ് പുതുക്കാതെ പ്രവർത്തിച്ചിരുന്ന മാംസ വ്യാപാര സ്ഥാപനം നഗരസഭാധികൃതർ പൂട്ടിച്ചു. കേച്ചേരി മണലി പുതുവീട്ടിൽ റഫീഖിന്റെ മാംസ വ്യാപാര സ്ഥാപനമാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി സീൽ ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ നടത്തിപ്പിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പുന്നയൂർ കുരഞ്ഞിയൂരിൽ യുവാവിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കവർന്ന കേസ് ഒരാൾ കൂടി പിടിയിൽ. വടക്കേക്കാട് കല്ലിങ്ങൽ കൊമ്പത്തേൽ 20 വയസ്സുള്ള ചിപ്പു എന്ന ഷഫ്നുദ്ദീനെയാണ് വടക്കേക്കാട് SHO R. ബിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്രയുടെ പാവർട്ടി ബ്ലോക്കിലെ പര്യടനത്തിന് തുടക്കമായി. ചൂണ്ടൽ സെന്ററിൽ നിന്നും രാവിലെ 8-ന് ആരംഭിച്ച യാത്രയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം MP-യുമായ MP അബ്ദുൾ സമദ് സമദാനി നിർവഹിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെ മതേതരത്വം കൊണ്ട് മാത്രമേ കീഴടക്കാനാകൂവെന്ന് MP അബ്ദുൾ സമദ് സമദാനി. TN പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം ചൂണ്ടലിൽ നിർവഹിച്ച് CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റം ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച മുതൽ 26-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കുന്നത്. റൺ ബൈ ഫൈത്ത് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിൽ കോക്കൂർ AMLP സ്കൂളിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ 48-ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സൻസ്ഥാൻ തൃശൂരും ഗുരുവായൂർ നഗരസഭയും സംയുക്തമായി മാതൃഭാഷാ ദിനം ആചരിച്ചു. JSS ഡയറക്ടർ സുധാ സോളമൻ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ആട്ടവും പാട്ടും സംഘടിപ്പിച്ചു. ആഹ്ലാദകരമായ പ്രീ സ്കൂളിംഗും വികാസപരമായ ശേഷികളുടെ വളർച്ചയും ഉറപ്പാക്കും വിധം പ്രവർത്തന ഇടങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആട്ടവും പാട്ടും സംഘടിപ്പിച്ചത്. ആർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിൽ മെമ്മറി ക്ലിനിക് സംഘടിപ്പിച്ചു. രാവിലെ 9:30 മുതൽ 11:15 വരെ നടന്ന മെമ്മറി ക്ലിനിക്കിൽ 40ഓളം പേർ പങ്കെടുത്തു. കാണിപ്പയ്യൂർ ഉഭയൂർ പാടശേഖരത്തിൽ തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയായിരുന്നു സംഭവം. കൗക്കാനപ്പെട്ടി ALP സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിൽ തോടുവറ്റിയതോടെ കുട്ടാടൻ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിൽ. ആലാപ്പാലം, പാലക്കുഴി, അണ്ടിക്കോട്ടുകടവ് പ്രദേശത്തെ 150 ഏക്കറോളം നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. ആളൂർ വടക്കേ ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടക്കും.
ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കഥകളി അരങ്ങേറി. യുവതലമുറയുടെ ആസ്വാദനശീലങ്ങളിൽ കേരളീയ ക്ലാസിക്കൽ കലകളുടെ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കഥകളി അരങ്ങേറിയത്. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിർത്തലാക്കി വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാർ നടപടിക്കെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേലൂർ മാവേലി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച മാളിയേക്കൽ ബാവ മത്സരിക്കുമ്പോൾ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി വിജയിക്കുന്ന പക്ഷം തനിക്ക് ലഭിക്കുന്ന മുഴുവൻ ഓണറേറിയവും തന്റെ ഡിവിഷനിലെ ജനങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കുന്നംകുളം നഗരത്തിൽ സ്വീകരണം നൽകി. ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ 42ാമത് വാർഷികാഘോഷവും സ്നേഹാദരവും ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിന്റെ 105ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടന്നു. വിൽപ്പനയ്ക്കായി എത്തിച്ച അപൂർവ ഇനത്തിൽപ്പെട്ട അരാപ്പൈമ മത്സ്യം കൗതുകമായി. ജില്ലാ പഞ്ചായത്തിന്റെ വിപണന കേന്ദ്രമായ പാഴിയോട്ടുമുറി കരിയന്നൂർ പാടശേഖരത്തിലെ മത്സ്യകന്യകയിലാണ് വിൽപ്പനയ്ക്കായി അരാപ്പൈമ മത്സ്യത്തെ കൊണ്ടുവന്നത്. അതിതീവ്രമായ ചൂടിൽ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. മനുഷ്യനെ കരുതുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചുറ്റുമുള്ള പക്ഷികളെയും കരുതേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഈ ഉദ്യമത്തിലൂടെ സാധ്യമാകുന്നതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ 9 പഠന വകുപ്പുകളുടെ വിവിധ വിഷയങ്ങളിലുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, കോൺഫറൻസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അക്കാദമിക് ഫെസ്റ്റ് മാർച്ച് 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SFI ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം നടന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 27 നടക്കുന്ന BSNL ഓഫീസ് മാർച്ചിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിന്റെ 17ാമത് വാർഷികാഘോഷം സാരംഗ് 2024 എന്ന പേരിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.